അപ്പോൾ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ഡേ ആണ്. ഇപ്പോൾ 14 വർഷമായി. അപ്പോൾ CD ഒക്കെ മൊത്തം കുളമായി, അതൊക്കെ മൊത്തത്തിൽ സ്റ്റക്കിലാണ്. അപ്പോൾ അതെന്തായാലും ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു പണ്ടത്തെ എൻ്റെ ഹസ്ബൻഡ്. ഇപ്പോൾ ആൾ കുറച്ച് തടിയൊക്കെ വെച്ചു. പണ്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇതാ അവിടുത്തെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സനുവും സൻഫറൊക്കെ കണ്ടില്ലേ, കുഞ്ഞു കുട്ടികളാണ്. ഇത് ആളുടെ അമ്മാവും ഭർത്താവും. ഇതാണ് നാത്തൂനും നാത്തൂൻ്റെ ഹസ്ബൻഡ്, മക്കൾ. ഇത് അത്താൻ്റെ പെങ്ങൾ. ഗൗരിശങ്കർ വടവന്നൂരിലായിരുന്നു കേട്ടോ കല്യാണം, പാലക്കാട് വടവന്നൂർ. നമ്മൾ പണ്ടത്തെ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മെയിനായിട്ട് അതിലെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് കുറേ ആൾക്കാരെ ഇപ്പോൾ ജീവനോടെ കാണാൻ പറ്റില്ല. ഒരുപാട് പേര് അതിൽ മരിച്ചിട്ടുണ്ടാവും. ഇതെൻ്റെ അത്ത കണ്ടോ, മൊത്തം ചിരിക്കുടുക്കിയായിരുന്നു ഞാൻ. പല്ല് കാണാത്ത ഒരു ഫോട്ടോ ഉണ്ടാവില്ല. അന്നൊന്നും ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സൊന്നും പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം ഇത് കണ്ടില്ലേ, ഒന്നുമില്ല, മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. മെഹന്തിയൊക്കെ ഞാൻ തന്നെ ഇട്ടതാ. എല്ലാം പണ്ടത്തെ മോഡലാണ്. 14 വർഷമായില്ലേ, അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ്. ഇപ്പോഴത്തേക്ക് ഓരോ കല്യാണങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ആഗ്രഹം വരാറുണ്ട്, ഇപ്പോൾ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. ഇതെൻ്റെ അമ്മമ്മവും മരിച്ചുപോയി. ഇതെൻ്റെ അമ്മ. കണ്ട, മൊത്തത്തിൽ ഇങ്ങനെയാണ്, ചിരിക്കുടുക്കിയാണ്. അയ്യോ, ഇത് കണ്ട, ഒരൊറ്റ നോട്ടം. ഹീൽ ചെരുപ്പിട്ടിട്ടും ഹൈറ്റ് കറക്റ്റ് ആവാതെ ചെങ്കലിൻ്റെ മുകളിലൊക്കെ കയറ്റിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്, ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അത്രയും ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് രണ്ടാളും. ഇതൊക്കെ ഫ്രണ്ട്സാണ്. ശോ, അപ്പം എന്ത് നാണമാണ്. എൻ്റെ അനിയൻ
ഇതിലുള്ള 3 ആളും ഇപ്പം ഇല്ല കേട്ടോ. അമ്മമ്മാവും അമ്മത്താവും 2 ആളും ഇല്ല. ഇതാണ് ഫാമിലി, എൻ്റെ ഫാമിലി. മാമാമാർ, ആൻറ്റിമാർ. ഇത് റിസപ്ഷൻ ഡ്രസ്സ്. ഞാൻ കരയില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. ഇവിടെ നിന്ന് ഇത്രയ്ക്ക് ദൂരം വരാനായിട്ട് എന്തിനാ ഇപ്പം കരയെന്ന് പറഞ്ഞിട്ട്. ഈ അമ്മ ഇങ്ങനെ പിടിച്ച് കരയുമ്പോൾ എങ്ങനെയാണ് ഞാൻ പിന്നെ കരയാതിരിക്കുക? പിന്നെ അതങ്ങനെ കരഞ്ഞ മുഖമായി. കണ്ടില്ലേ? അവിടെ നിന്ന് റോഷീന്ന് വിളിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് എന്താന്ന് കേൾക്കും. അത്രേ ഉള്ളൂ ദൂരം. ഇതിനൊന്നും ഇപ്പോൾ കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഓരോ ചടങ്ങുകളാണ് കേട്ടോ. വലത് കാല് വെച്ച് കയറി. പിന്നെ ഇത് അരി അളന്ന് കൊട്ടൽ. ഇതൊക്കെ പഴയ പരിപാടികളാണ്. എനിക്കൊന്നും താല്പര്യമില്ലാത്ത സംഭവങ്ങളാണ്. സനുവൊക്കെ നിൽക്കണം നോക്ക്. പുള്ളി അളക്കുക, ഞാൻ കൊട്ടുക. അല്ല, പുള്ളി വാരിയിടുക, ഞാൻ കൊട്ടുക. ഞാൻ വാരിയിടുക, പുള്ളി കൊട്ടുക. എനിക്ക് കാണുമ്പോൾ ചിരി വരുന്നു. ഇത് പാലും പഴവും കൊടുക്കില്ല. ഇത് പിന്നെ കുഴപ്പമില്ല. ഇത് സാദിക്കണ്ണ, നാത്തൂൻ്റെ ഹസ്ബൻഡാണ്. ആളും ഇപ്പില്ല. ഇതൊക്കെ വൈകുന്നേരം രാത്രിയായപ്പോൾ മൊത്തത്തിൽ ക്ഷീണമായി. അതാണ് ഇപ്പോൾ എല്ലാവരുടെയും മുഖം ഇങ്ങനെ. ആർക്കും ചിരിക്കാനൊന്നും വയ്യ. ആ കണ്ടീഷനായി. കട്ടിലും അൽമാറിയൊക്കെ കൊണ്ടുവരികയാണ്. റിസപ്ഷൻ കഴിഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവുക. ഇനി ഒരു അത്ഭുതം കാണിച്ചു തരാം. റിസപ്ഷൻ്റെ സമയത്തുള്ളതാണ് കേട്ടോ. ഇനിയാണ് ഒരു അത്ഭുതം. ഇത് കണ്ടില്ലേ? എൻ്റെ കല്യാണ ഫോട്ടോയിൽ എൻ്റെ കുട്ടിയും കൂടെ ഉണ്ട്. എല്ലാവരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ മക്കളെ കാണിക്കുമ്പോൾ മക്കൾ ചോദിക്കാറില്ലേ, എവിടെ ഞാൻ എവിടെ പോയി? എന്നെ എന്താ ഉറക്കി കിടത്തിയതാണോ? എന്നെ എന്താ നിങ്ങൾ കല്യാണത്തിന് കൊണ്ടുപോയില്ല? എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, ഞാൻ മാത്രം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 7 വയസ്സ് വരെ 8 വയസ്സ് വരെ മക്കൾ ചോദിക്കാറുണ്ട്, ഒരു 4 വയസ്സ് മുതൽ. പക്ഷെ എൻ്റെ മകനെ അത് ചോദിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവനെ കല്യാണത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടില്ലേ? അതാണ് ഒരു അത്ഭുതം. കഴിഞ്ഞു കേട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ ഫോട്ടോ. ഇനിയിപ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട, കല്യാണത്തിന് മുന്നേ എനിക്ക് കുട്ടിയായോ എന്ന് വിചാരിച്ചിട്ട്. സംഭവം അതല്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയായതിന് ശേഷം, അവൻ 1 വയസ്സായതിന് ശേഷമാണ് ഞാൻ ഈ കല്യാണ ആൽബം പോയി വാങ്ങിക്കുന്നത്.
അപ്പോൾ ഒരാഗ്രഹം അവനും കൂടെ അതിലിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഫോട്ടോ ഞാനതിൽ ആഡ് ചെയ്തു. അതാണ് സംഭവം. എന്തായാലും പണ്ടത്തെ ഷാനും ഇപ്പോഴത്തെ ഷാനും ഡിഫറൻസ്. പല്ലില്ല, കിഴവനാ. അപ്പോൾ ഓക്കെ, എൻ്റെ കല്യാണ ആൽബം ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചാൽ വീഡിയോ ഫുൾ സ്റ്റക്കാണ്. ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.